ഇപ്പോൾ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നു. ഇന്നലെ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, അത് പിന്നീട് പറയാമെന്നാണ് ഷാഫി പറഞ്ഞിരുന്നത്. അല്ല, അത് വിവരക്കേടാ. ഉമ്മൻചാണ്ടി സാറുമായിട്ട് വേറെ ആളെ താരതമ്യം ചെയ്യുന്നത് തന്നെ വിവരക്കേടാ. മറ്റേ ഞങ്ങളൊക്കെ അതുപോലെ ഇനി ഒരാളുണ്ടാവില്ല, അതുപോലെ ഒരാൾക്കാവാൻ പറ്റുകയില്ല. ബാക്കി ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നത് എന്തിനാ ആ വഴി കൂടെ നടക്കാൻ നോക്കുക. കാരണം ജനങ്ങൾ ജനകീയത എന്നുള്ള വാക്കിന് രാഷ്ട്രീയത്തിൽ ഇതുപോലെ അർത്ഥം കണ്ടെത്തിയ ഒരു പൊതുപ്രവർത്തനം വേറെ ഉണ്ടായിട്ടുണ്ട്. ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച ഒരാൾ, മരണവും മരണശേഷവും ഒക്കെ ജനങ്ങൾ ഒരു ബന്ധം വിടാതെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് രാജ്യത്ത് തന്നെ എടുത്തു നോക്കിയാൽ ലോകത്ത് തന്നെ ഇതുപോലെ ജനങ്ങളുമായിട്ട് എഴുതി ചേർന്ന ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പം അവിടെ വേറെ താരതമ്യങ്ങളില്ല, അവിടെ വേറൊരാൾക്കും ആ വിശേഷങ്ങൾ ചേരുകയില്ല. അത് ആരും അറിയിക്കുന്നുമില്ല. പക്ഷെ അവിടെ ഒരു വെളിച്ചം കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് നോക്കി നടക്കാൻ ആഗ്രഹിക്കുന്ന പൊതുപ്രവർത്തകരിൽ ഒരുപാട് ആളുകൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിതകാലം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്ന പൊതുപ്രവർത്തകർ പോലും ആ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. കാരണം രാഷ്ട്രീയം, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയും നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു. അതൊരു തെരഞ്ഞെടുപ്പ് കാലത്തെ ബോധ്യപ്പെടൽ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ബോധ്യപ്പെട്ട ഒരാളുടെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം സാറ് മരിച്ച ശേഷം ജനിക്കുന്നവർ പൊതുപ്രവർത്തകരുണ്ടായാൽ അവർ പോലും ആ വഴിയിലൂടെ നാളെ നടക്കുമെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. അതിനകത്ത് ഞങ്ങളുടെ ജയം തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ മറുപടി. വടകരയുടെ രാഷ്ട്രീയ വിജയമെന്നാണ് ഇന്നലെ ആ ജയത്തെ ഞങ്ങൾ വിശേഷിപ്പിച്ചത്. വർഗീയത പറയാനും പ്രചരിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും ഒക്കെ ശ്രമം നടന്നെങ്കിലും അതൊന്നും വടകരയിൽ ഏശിയിട്ടില്ല എന്നുള്ളതും, വടകരയുടെ മതേതര മനസ്സ്, അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത വലിയ ഭൂരിപക്ഷത്തിൽ, ഒരു UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് തന്നെയാണ് അത്തരം പ്രചരണങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടി. അതിൽ കൂടുതലൊരു മറുപടി ഇനി അത്തരം കാര്യങ്ങൾക്ക് പറയേണ്ടതായിട്ടില്ല. പിന്നെ അതിൽ പോലീസിന് ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. അത് പോലീസ് നിറവേറ്റാതിരിക്കുന്നത് ശരിയല്ല. ആ വിഭാഗീയ ശ്രമങ്ങൾ നടത്തിയത് ആരാണെന്ന് കണ്ടെത്തേണ്ട പോലീസ് ഒരു പക്ഷേ പാർട്ടി താല്പര്യം സംരക്ഷിക്കാനെന്നോണം അക്കാര്യത്തിൽ അവരുടെ മെല്ലപ്പോക്ക് ശരിയല്ല. അത്തരം അവസാനം നടന്ന വ്യാജമായ സ്ക്രീൻഷോട്ട് പ്രചരണങ്ങൾക്ക് ഉൾപ്പെടെ പുറകിൽ ആരാണ് എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് നിയമപരമായ ഫോളോ അപ്പും ഞങ്ങൾ നടത്തും. അല്ല, അത് വെറും ഒരു പരാമർശമല്ല, അതൊരു നാടിന്റെ ഐക്യത്തെ തകർക്കാനുള്ള ഹീനമായൊരു ശ്രമമായിരുന്നു. അപ്പൊ അതിന് നിയമപരമായ ചില നടപടികൾ അനിവാര്യമാണല്ലോ. അതുണ്ടാക്കിയതാരാണെന്ന് കണ്ടെത്തണ്ടേ. ആ ചെറുപ്പക്കാരൻ നിരപരാധിയാണെന്ന് പോലീസ് അവനെ വിളിച്ച് പറയാം, അതുകൊണ്ട് തീരുന്നതല്ലല്ലോ. അപ്പൊ പിന്നെ അത് ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയണം. അത് ഫേക്കാണെന്ന് അറിഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ശരിയല്ലാത്തൊരു സമീപനമായിരുന്നു. പക്ഷെ അത് വടകരയിലെ ജനങ്ങൾ ഇതിനകം തന്നെ അതിനെ തള്ളിക്കഴിഞ്ഞു. ഇനി നിയമപരമായി അതിൽ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. അല്ല, ഉറപ്പായിട്ടും അദ്ദേഹം വടകരയിൽ ജയിക്കുമായിരുന്നു. എന്താ കാര്യത്തിന് സംശയം? അദ്ദേഹം വടകരയിൽ മത്സരിച്ചാൽ ജയിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അദ്ദേഹം വടകരയ്ക്ക് ഇഷ്ടപ്പെട്ട ജനപ്രതിനിധിയായിരുന്നു. വടകരയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷെ അദ്ദേഹം ഒരു പാർട്ടി തീരുമാനത്തെ അംഗീകരിച്ചു. പാർട്ടിക്ക് വേണ്ടി ഒരു ഫൈറ്റ് നടത്താൻ വേണ്ടി പാർട്ടി പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ നിന്നാൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനോ മാനത്തിനോ അപ്പുറത്തേക്ക് പാർട്ടിക്ക് ഒരു അനിവാര്യത വന്നപ്പോൾ ആ തീരുമാനം ഉൾക്കൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ പോയി വലിയൊരു ഫൈറ്റ് നടത്താൻ തീരുമാനിച്ചു. ആ ഫൈറ്റിൽ ഒരു പക്ഷേ തൃശ്ശൂർ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം അവിടെ പരാജയപ്പെട്ടെങ്കിൽ പോലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വടകര ഉൾപ്പെടെയുള്ള ബാക്കി 19 മണ്ഡലങ്ങളിലും മുരളീധരൻ എന്ന നേതാവിന്റെ ആർജവത്തോടെയുള്ള ആ തീരുമാനത്തിന്റെ ഗുണം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ഇവർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിസ്സംശയം അത് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്, നിങ്ങളിവിടെ വന്നതിനുള്ള സ്നേഹം മാത്രമല്ല, അവിടെ തൃശ്ശൂർ ഒരു ഫൈറ്റിന് മുരളിയേട്ടൻ ധൈര്യത്തോടെ ഇറങ്ങിത്തിരിച്ചതിനുള്ള പിന്തുണ കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത്. മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുരളീധരന്റെ തൃശ്ശൂരിലേക്കുള്ള വരവ് 19 മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഷാഫി പറയുന്നു.
ഇന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി പുഷ്പങ്ങൾ അർപ്പിച്ചതിന് ശേഷമാണ് ഷാഫി മാധ്യമങ്ങളെ കണ്ടത്. നേരത്തെ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവരും പോയിരുന്നു അവിടെ. അതെ.